എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു തേർഡ് മോഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് എന്താണ്? ഫങ്ഷൻസ് ആണ് തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത്. അതിലിപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ആയിരുന്നു. ആ ബിൽറ്റ് ഇൻ ഫങ്ഷൻസിലെ മറ്റൊരു ബിൽറ്റ് ഇൻ ഫങ്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. ഒരുപാട് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിൽ നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് സിമ്പിൾ അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു. അഡീഷൻ, അതേപോലെ ഡിവിഷൻ, അതേപോലെ തന്നെ മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ എല്ലാം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ നോക്കിയിരുന്നു. നമുക്ക് അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ സൈൻ, ലോഗ്, അതുപോലുള്ള ഫങ്ഷൻസ്. അപ്പോൾ ഈ ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെന്നായിരിക്കാം. ഒരു ഫങ്ഷൻസിന് ഉള്ള എക്സ്പ്രഷൻസ് ലൈക്ക് ഇപ്പം നമുക്ക് എന്താണ് സൈൻ ഫങ്ഷനിൽ π/4 എന്ന് പറയുന്ന ഒരു ഫങ്ഷന് നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണമെന്നായിരിക്കാം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ പാരാന്തസിസിലുള്ള ഇന്നർ മോസ്റ്റ് പാർട്ടിനെയാണ് ഫസ്റ്റ് എന്ത് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ആണ് എന്ത് ചെയ്യുന്നത്, ഔട്ടർ മോസ്റ്റ് പാർട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഫങ്ഷൻസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണമെന്നായിരിക്കാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതുവരെ സിമ്പിൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കിയിരുന്നത്. നമുക്ക് സൈൻ 0 എന്ന് പറയുന്ന നമ്മൾ എന്ത് ചെയ്യണം, ഡിക്ലെയർ ചെയ്ത് നോക്കാം. സൈൻ 0ൻ്റെ വാല്യൂ ഇവിടെ കിട്ടുന്നില്ല. ഇവിടെ എന്താണ് എറർ പറഞ്ഞിരിക്കുന്നത്, നെയിം സൈൻ ഈസ് നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സൈൻ എന്ന് പറയുന്ന ആ ഒരു ഇതിനെ അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് നമുക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പൈത്തൺ കോഡിൽ നമ്മൾ എന്ത് ചെയ്യണം, മാത്ത് എന്ന് പറയുന്ന മോഡ്യൂളിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. ഈ മാത്ത് എന്ന് പറയുന്ന മോഡ്യൂളിൽ ഉണ്ടായിരിക്കുക എന്താണ്, മോസ്റ്റ് ഫെമിലിയർ ആൻഡ് ഇമ്പോർട്ടൻറ്റ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആയിരിക്കും ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഇതിലടങ്ങിയിട്ടുണ്ടാവാം. അതായത് മാത്ത് മോഡ്യൂൾ ദാറ്റ് കണ്ടെയ്ൻ the familiar contains most of the familiar and important mathematical functions. ഇതായിരിക്കും എന്തുണ്ടാവുക, ഈ ഒരു മാത്ത് മോഡ്യൂളിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു മാത്ത് മോഡ്യൂളിൽ ഉണ്ടായിരിക്കുക എന്താണ്, അതിലടങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഫെമിലിയർ ആയിട്ടുള്ള അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ് അതിലുണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്, ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളായിരിക്കും എന്തുണ്ടാവുക, അതിലുണ്ടാവുക. അപ്പോൾ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫയലാണ് ദാറ്റ് കണ്ടെയ്ൻ സം പ്രീഡിഫൈൻഡ് പൈത്തൺ കോഡ്. ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ഫയലാണ് ദാറ്റ് കണ്ടെയ്ൻ സം പ്രീഡിഫൈൻഡ് പൈത്തൺ കോഡ്. അപ്പോൾ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ ഡിഫൈൻ ഫങ്ഷൻസ്, ക്ലാസ്സസ് ആൻഡ് വാരിയബിൾസ്. ഒരു മോഡ്യൂളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് എന്താണ്, മോഡ്യൂൾ എന്ന് പറയുന്നത് പ്രീഡിഫൈൻഡ് പൈത്തൺ കോഡാണ് ഉണ്ടാവുക. പ്രീഡിഫൈൻഡ് പൈത്തൺ കോഡായിരിക്കും എന്ത് ഉണ്ടാവുക, ഒരു മോഡ്യൂളിൽ ഉണ്ടാവുക. ഇനി ഒരു മോഡ്യൂളിനെന്ന് പറയുന്നത് ഒരു മോഡ്യൂളിന് ക്യാൻ ഡിഫൈൻ ഫങ്ഷൻസ്, ക്ലാസ്സസ് ആൻഡ് വാരിയബിൾസ്. അപ്പോൾ എന്താണ് ഈ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്, എന്താ, ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫങ്ഷൻസ് ഗ്രൂപ്പ്ഡ് ടുഗെദർ ആണ്. ഇതെല്ലാം കൂടെ ഉള്ള ഒരു കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നേരത്തെ നമ്മൾ നോക്കി എന്താണ്, സൈൻ എന്ന് പറയുന്നത് എന്ത് ചെയ്തിട്ടില്ല, സൈൻ എന്ന് പറയുന്നത് നമുക്കവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് ഇമ്പോർട്ട്
മാത്ത് എന്ന് പറയുന്ന മോഡ്യൂളിനെ നമ്മളവിടെ ഇമ്പോർട്ട് ചെയ്യണം. ആ ഒരു മാത്ത് മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എന്താണ് നമ്മളവിടെ ചെയ്യുന്നത്, അവിടെ ഒരു മോഡ്യൂൾ നെയിം, മാത്ത് എന്ന് പറയുന്ന ഒരു മോഡ്യൂൾ നെയിമിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദെൻ എന്ത് ചെയ്യാണ്, നമുക്ക് ആ ഒരു നെയിം, അതായത് ആ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ കോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് മാത്ത് എന്ന് പറയുന്ന ആ ഒരു മോഡ്യൂളിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, മാത്ത് മോഡ്യൂളിൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യാണ്, പ്രിന്റ് മാത്ത് എന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ എന്താണ്, ആ മാത്ത് എന്ന് പറയുന്ന ഒരു മോഡ്യൂളാണ്, ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷൻ ആണെന്നുള്ള എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഉണ്ട്, വാരിയബിൾസ് ഉണ്ട്. ഇതെല്ലാം എന്താണ് ഈ ഒരു മോഡ്യൂളിൻ്റെ അണ്ടറിലാണ് റിസൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്കൊരു ഓരോ ഫങ്ഷൻസിനും നമുക്ക് ആക്സസ് ചെയ്യണം എന്നായിരിക്കാം, എന്ത് ചെയ്യണം, ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട്. അതായത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം, ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് കോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, അതിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ നമുക്ക് നോക്കി സൈൻ 0 എന്നുള്ളത് നോക്കി. അങ്ങനെയാണെങ്കിൽ മാത്ത് ഡോട്ട് സൈൻ 0 എന്നുള്ള വാല്യൂ നോക്കുന്നതായിരിക്കും, എന്താണ് 0 എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഓരോ ഇപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് അവിടെ കോൾ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നിൻ്റെ വാല്യൂസ് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെ ഇപ്പോൾ മറ്റൊരു ഇത് നോക്കുകയാണെങ്കിൽ ഡെസിബൽ equal to 10 into math dot log of 18.0 into എന്നുള്ള നമ്മളവിടെ ഒരു വാല്യൂവിനെ അസൈൻ ഇത് ചെയ്തിട്ടുണ്ട്. ദെൻ ആംഗിൾ എന്താണ്, ആംഗിൾ ഈക്വൽ ടു 2.0 എന്ന് ഓർത്തുണ്ട്. ദെൻ ഹൈറ്റ് എന്ന് പറയുന്ന ഈക്വൽ ടു എന്താണ്, മാത്ത് ഡോട്ട് സൈൻ ആംഗിൾ പ്രിന്റ് എച്ചിനെ പ്രിന്റ് ചെയ്യണം, അവിടെ വാല്യൂ കിട്ടി. അതേപോലെ തന്നെ പ്രിന്റ് ഡെസിബൽ എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. രണ്ടിൻ്റെ വാല്യൂ. ഇപ്പോൾ ഫസ്റ്റ് ഇതിലെന്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, അവിടെ ഒരു ലോഗ് ഫംഗ്ഷനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ മാത്ത് എന്നുള്ള മോഡ്യൂളിന് നമ്മൾ ലോഗ് ഫംഗ്ഷൻ ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ രണ്ടാമത്തേൽ എന്താണ്, ഒരു സൈൻ ഫംഗ്ഷനാണ് അവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻസിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാത്ത് എന്ന് പറയുന്ന ഒരു മോഡ്യൂളിനെ നമ്മളവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ, കോസ്, ടാൻ, ഏത് ഇത് വേണേൽ, കൊസീക്ക് ഏത് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിനെ നമുക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. ഇപ്പം മാത്ത് ഡോട്ട് കോസ് ഓഫ് കോസ് 0 എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കോസ് 0 എന്ന് പറയുന്നത് 1 ആയി, അത് 1 ആണെന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതേപോലെ തന്നെ ഒരുപാട് മറ്റ് ഇതും അതേപോലെ സ്ക്വയർ റൂട്ട്. ഇപ്പം നമുക്ക് സ്ക്വയർ റൂട്ട് കാണണമെന്ന് വിചാരിക്കുക. ഇപ്പം എന്താണ്, മാത്ത് ഡോട്ട് SQRT എന്ന് പറയുന്ന സ്ക്വയർ റൂട്ടിൻ്റെ ഫങ്ഷൻ എടുത്തു. ദെൻ 4ൻ്റെ സ്ക്വയർ റൂട്ടാണ് നമ്മൾ കാണുന്നത്, എന്ത് ചെയ്യാം, 2 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ട് കുറച്ചും കൂടെ ഇതായിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മാത്ത് എന്ന് പറയുന്ന ഒരു ബിൽറ്റ് ഇൻ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു മോഡ്യൂൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം,
ഇതെല്ലാം ഈ ഒരു മോഡ്യൂളിൽ റിസൈഡ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. ഇപ്പം എന്ത് ചെയ്യണം, അതിനെല്ലാം നമ്മൾ ഈ ഒരു മോഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തിട്ട് ആക്സസ് ചെയ്യണം. അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പൈയുടെ വാല്യൂ നമുക്ക് കാണാം. അപ്പം മാത്ത് ഡോട്ട് പൈ എന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പൈയുടെ വാല്യൂ കിട്ടും. ഇനി ഇതേപോലെ തന്നെ പൈനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കാം. അതൊന്നും നമുക്ക് ചെയ്യാം. മാത്ത് ഡോട്ട് പൈ ഇൻറ്റു 2 എന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വാല്യൂ കിട്ടും. അപ്പം നമുക്കിപ്പോൾ സൈൻ പൈ ബൈ 4 നേരത്തെ ഫസ്റ്റ് പറഞ്ഞ പോലെ മാത്ത് ഡോട്ട് സൈൻ പൈ ബൈ ഡോട്ട് പൈ ബൈ 4 എന്ന് പറയുന്ന ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യും, അവിടെ കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസിന് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്ത് എന്ന് പറയുന്ന ഒരു മോഡ്യൂളിനെ ഇമ്പോർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഡേറ്റ് ആൻഡ് ടൈമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം.